ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിന്ദാസ് ടൈം. അങ്ങനെ പാലക്കാടിലുള്ള കൊല്ലങ്കോടിലുള്ള സീതാർകുണ്ട് കണ്ടതിന് ശേഷം ഞങ്ങളിതാ താമരപ്പാടം എന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇതും കൊല്ലങ്കോട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം പ്രവേശിക്കാൻ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതാ വന്നിരിക്കണം. മനോഹരമായ പാടത്തിൻ്റെ അരികിലൂടെ ചെണ്ടുമല്ലിപ്പൂക്കളും എല്ലാം വെച്ചിട്ടുണ്ട്. ഈ പ്രവേശന കവാടത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ വൈക്കോൽ കൊണ്ടാണ്. നല്ല രസമാണ് കാണാൻ. എന്താണെങ്കിലും നല്ലൊരു ഇളം കാറ്റും കണ്ണിന് നല്ല കുളിർമയും ഒക്കെ നൽകുന്നുണ്ട് ഈ സ്ഥലത്ത്. ഇത് കാണാൻ വേണ്ടി കുറേ ആൾക്കാർ വരുന്നുണ്ട്, നിറയെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ പാലക്കാടിൽ വന്നാൽ തീർച്ചയായും കൊല്ലങ്കോട് എന്ന സ്ഥലത്ത്, ഈ താമരപ്പാടം എന്ന ഈ സ്ഥലത്ത് വന്ന് നിങ്ങൾ കാണണം. നല്ല രസമാണ് ഇത് കാണാൻ. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ബ്രൗൺ കളറിലുള്ള നെല്ലും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഏർമാടങ്ങളും ഉണ്ട്. അതും വൈക്കോലും കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉയരത്തിൽ കയറി ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ നല്ല രസമാണ്. ഏർമാടത്തിൽ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ ഇളങ്കാറ്റിങ്ങനെ നല്ല കൊണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും. ഇവിടെ നിൽക്കുന്ന ഗജവീരനെ കണ്ടോ? അപ്പോൾ അങ്ങനെ ഞാൻ ഏർമാടത്തിൽ കയറുകയാണ്. ഇവിടുന്ന് ദൂരത്തുള്ള കാഴ്ച നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങളിവിടുന്ന് മടങ്ങാണ്. ഇനി ഊണ് കഴിക്കാൻ വേണ്ടി പോകുകയാണ്. അതിനുള്ള കാത്തിരിപ്പാണ് ഇവിടെ. ഇത് അയ്യപ്പൻ ചേട്ടൻ്റെ ഒരു കടയാണ് കൊല്ലങ്കോടിൽ. ഇവിടെ വന്നാൽ നിങ്ങൾ തീർച്ചയായും ഇതിൽ പോകണം. നല്ല ഒരു സദ്യ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ സെലിബ്രിറ്റികളെല്ലാം വന്ന് ഷൂട്ടിംഗ് സമയത്തൊക്കെ ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. ഇപ്പോൾ ഇത് വലിയ തിരക്കുള്ള നല്ലൊരു ഹോട്ടലാണിത്. ഇതിൻ്റെ മേലെയുണ്ട്, അതുപോലെ തന്നെ താഴെയുണ്ട്. ഞങ്ങളിത് കാത്തിരിക്കുകയാണ്. നല്ല ഒരു സദ്യ തന്നെ ഉണ്ടായിരുന്നു. അതുമല്ല, ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയുടെ മോന് ജോലി കിട്ടിയതിൻ്റെ വകയായിട്ടാണ് അവർ ഈ സദ്യ ഒരുക്കിയിരിക്കുന്നത്. നോൺ വെജുകാരും കഴിക്കേണ്ടവർക്ക് സെപ്പറേറ്റായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ്. ആദ്യം ഇതൊരു ചായക്കടയായിരുന്നു. ഇപ്പോൾ വലിയ ഹോട്ടലൊക്കെ ആക്കിയിരിക്കണം. നല്ല തിരക്കുണ്ട് എപ്പോഴും അവിടെ. അങ്ങനെ ഈ ടൂറിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. കൂട്ടുകാരുടെ മോന് ജോലി കിട്ടിയ കാരണം ഒരു ട്രീറ്റും കൂടി ആയിരുന്നു ഇത്. അങ്ങനെ സീതാർകുണ്ടും താമരപ്പാടം എല്ലാം കണ്ട് ഞങ്ങളിതാ മടങ്ങുകയാണ്. അടുത്ത കുക്കിംഗ് വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ.
അതിലാൾ വേണം പ്രസ് ചെയ്യാൻ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ. അടുത്ത കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ.